ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. സ്നാക്സിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. ഇത് ഉപ്പ് ചേർത്ത ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാനിതിൽ ഉപ്പ് ചേർക്കുന്നില്ല, ഉപ്പുള്ള ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പില്ലാത്ത ബട്ടറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ സ്വല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിക്കാം. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇത് 5-6 മിനിറ്റ് നല്ലോണം കുഴച്ചെടുക്കണേ. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കരുത്. മുട്ടയുടെ ഇത് വെച്ചിട്ടാണ് ഞാനിത് കുഴച്ചിരിക്കുന്നത്. ഇനി ഈ കുഴച്ച് വെച്ചിരിക്കുന്നത് ഒരു ചപ്പാത്തിയുടെ പലകയിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോ ഉരുട്ടിയെടുക്കാവേ. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉരുള എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ചെറിയ ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ അരിക് ഗ്ലാസ് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അരിക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് അമർത്തി വയ്ക്കുക. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ചെറിയ ഗ്ലാസ് ഇല്ലെങ്കിൽ ഒരു ചെറിയ അടപ്പ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിലൊന്ന് അമർത്തി വെച്ചിട്ട് അരികിങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് അറ്റം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ. ഇനി ഇത് നമുക്ക് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല. ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ സ്നാക്സ് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.